ലോങ് വീഡിയോ ആണ് എടുക്കാൻ പോകുന്നത്. ഇതൊരു ആക്ച്വലി ഞങ്ങൾ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പ് അല്ല. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയി. ടെലഗ്രാം ഞാൻ അത് ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പൊ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞ് ഞങ്ങൾ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തി. സോ പെട്ടെന്നൊരു മൂഡ് ഒരു ലോങ് ഡ്രൈവ് ഇട്ടാലോ എന്നുള്ളത്. സോ ഞങ്ങൾ ഒരു സ്പോട്ട് കണ്ടു. 84 കിലോമീറ്റേഴ്സ് ഞങ്ങൾ റോഡ് വഴി പോകുന്നുണ്ട്. ദിസ് ഈസ് ദ കറക്റ്റ് പ്ലേസ് എന്നുള്ളത് ചിക്ബലാപൂർ ആണ്. ഞങ്ങളിപ്പോൾ പോകുന്നത് ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഹൈവേ ഫുഡ് മോളിലേക്കാണ്. ദാറ്റ് ഈസ് ബിഗ് ബേ. നമ്മളൊരു ലോങ് ഡ്രൈവിൽ പോകുമ്പോൾ, അതായത് ഈ ഒരു സ്പോട്ട് എന്നുള്ളത് NH44 സോ ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകുമ്പോൾ ഒരു റെസ്റ്റ് സ്പേസ് എന്നുള്ളൊരു സ്ഥലമാണ് ബിഗ് ബേ എന്നുള്ളത്. അവിടെ പലതരം മൾട്ടി ക്യൂസീൻ ആയിട്ടുള്ള ഫുഡ് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അതുപോലെ തന്നെ റെസ്റ്റ് ഏരിയാസും കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളും ഒരു റിഫ്രഷ്മെൻറ്റ് ഏരിയ തന്നെയാണ് ബിഗ് ബേ എന്നാണ് ഞങ്ങൾ കേട്ടത്. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കി നോക്കാം. ഹലോ ഗൈസ്, ഞങ്ങൾ ഇപ്പോൾ കാണിച്ചില്ലേ അവിടെ നിന്ന് ഞങ്ങൾ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കഴിച്ചു. ഗൈസ് ഇപ്പോൾ ചെറുതായിട്ട് മഴ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങൾ വരുന്ന ഇതുവരെ ഞങ്ങൾക്ക് മഴ ഉണ്ടായിരുന്നില്ല. Chikbalapur 6 kilometers. That's our destination for today. സോ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി എന്നാണ് തോന്നുന്നത്. യെസ്, സോ ദിസ് ഇസ് ദ ഡെസ്റ്റിനേഷൻ ഫോർ ടുഡേ. ബിഗ് ബേ ആണ്. ഏഷ്യയിലെ തന്നെ ലാർജസ്റ്റ് ഫുഡ് മോൾ എന്ന് അറിയപ്പെടുന്നതാണ് ബിഗ് ബേ എന്നുള്ളത്. ആക്ച്വലി ഇതൊരു ഫുഡ് സ്പോട്ടാണ്. കുറേ ടൈപ്പ് ഫുഡ് ഇവിടെ കിട്ടും എന്നാണ് നമ്മൾ കേട്ടത്. അത് കാരണമാണ് നമ്മൾ ഇവിടേക്ക് വരാൻ തീരുമാനിച്ചത്. നമുക്ക് നോക്കി നോക്കാം ഇത്രയും ദൂരമൊക്കെ വന്നിട്ട് ഇത് വെർത്തായിട്ടുണ്ടോ എന്നൊക്കെ നോക്കി നോക്കാം. നമ്മൾ കയറിയപ്പോൾ തന്നെ കാണുന്നത് ടാറ്റ അലയൻസിൻ്റെ സ്റ്റാർബക്സ് ആണ്. അതുപോലെ തന്നെ അപ്പുറത്ത് KFCയും ബർഗർ കിങ്ങും ഒക്കെ ഞങ്ങൾ കണ്ടു. സോ ഇതാണ് ഒരു ഫ്രണ്ട് പാർട്ടിൽ ഇതൊക്കെയാണ് കണ്ടത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു എൻട്രിയും അതുപോലെ തന്നെ ഒരു ക്ലാസിക് പാർക്കിംഗ് ഏരിയയും ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു മോള് എപ്പോഴും ഒരു മ്യൂസിക് വൈബിലായിരിക്കണം കേട്ടോ. സോ ഞങ്ങൾ കയറിയപ്പോൾ തന്നെ പോകുന്ന വരെ തന്നെ ആ ഒരു ഫുൾ ഒരു മ്യൂസിക് അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ മോള് പ്രോസസ്സിങ്ങിലാണ്. കുറേ കാര്യങ്ങൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മളിപ്പോൾ ബാംഗ്ലൂർ സിറ്റി ലൈഫിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒരു ലോങ് ഡ്രൈവ് കുറച്ച് ആ തിരക്കിനൊക്കെ ഒഴിവായി ഒരു പീസ്ഫുൾ ഏരിയയിൽ വന്ന് നൈസായിട്ടൊരു ഫുഡൊക്കെ അടിച്ച്, ഇവിടെ വേറെ ഒന്നുമില്ല, ഫുഡ് ഐറ്റംസ് മാത്രമേ ഉള്ളൂ, അത് മാത്രം അടിച്ച് നൈസായിട്ട് ലോങ് ഡ്രൈവ് വരാൻ പറ്റിയൊരു ഏരിയ ആണ്. പക്ഷേ വൺസ് എ ടൈം വരാം, അല്ലാതെ ഒരു വട്ടം വന്നാൽ പിന്നെ വീണ്ടും വരാനായിട്ടുള്ള പ്രത്യേകത ഒന്നും ഇല്ല ഇവിടെ. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്? എനിക്കും ഇവിടെ സെയിം അഭിപ്രായം തന്നെ. എന്നുവെച്ചാൽ ഈ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ആ സിറ്റി ലൈഫിൽ നിന്നും കുറച്ച് പീസ്ഫുള്ളായിട്ട് ഒന്ന് ഡ്രൈവിന് പോകാം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് വരാം. ബട്ട് അങ്ങനെ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ ഒരു സ്ഥലമൊന്നുമല്ല, എന്നാൽ നല്ലൊരു വൈബുള്ളൊരു സ്ഥലമാണ്. കുറച്ച് ഫോട്ടോ സ്പോട്സും അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കുണ്ട്. പിന്നെ നമ്മളിവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് ആണ്, ഇത് ഫുഡ് മോളാണ്, അപ്പോൾ കുറേ ഫുഡ് ഐറ്റംസ് ഉണ്ട്. ഇതിന് എക്സ്പെൻസൊന്നും നമ്മൾ അറിയില്ല, നമ്മൾ കയറിയിട്ടില്ല. നമ്മൾ കയറിയിട്ട് നമുക്ക് ഫുഡിൻ്റെ കാര്യമൊക്കെ പിന്നെ പറയാം. പക്ഷേ ആസ് എ ഹോൾ കുഴപ്പമില്ല. പിന്നെ ഇപ്പം നമ്മൾ കണ്ട ഒരു കാര്യമാണ്, എനിക്ക് തോന്നുന്നു ഇവിടെ പെറ്റ്സ് അലോഡെല്ലാം തോന്നുന്നു. യാ ശരി, നേരത്തെ ഒരു പെറ്റ് വന്നപ്പോൾ അവരെ പറഞ്ഞു വിട്ടോ. അപ്പോൾ എങ്ങനെയാണ് അടുത്തത്? ഇപ്പം നമ്മളിവിടെ വന്നിട്ട് ഏകദേശം 1 മണിക്കൂറോളമായി. ടൈം ഏകദേശം 5 കഴിഞ്ഞു. ഉച്ചക്കലത്തെ ഫുഡ് ഇതുവരെ കഴിച്ചിട്ടില്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ വിശക്കാനും തുടങ്ങി. എന്താണ് വാട്ടപ്പെട്ടി? വിശക്കുന്നില്ല? ഏതാണ് ഇവിടെ? ബർഗർ കിങ്, KFC ഇതെല്ലാം ഉണ്ട്. ഏതാണ് ഓപ്റ്റ് ചെയ്യുന്നത്? പ്രിഫർ ചെയ്യുന്നത് എന്താ? ബിരിയാണി, ബർഗർ, പിസ്സ? എന്തായാലും കുഴപ്പമില്ല. ബിരിയാണി എനിക്ക് തോന്നുന്നു ആന്ധ്ര ഇതാണ്, എനിക്ക് തോന്നുന്നു. പൂജയ്ക്ക് ആന്ധ്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് നമുക്കത് ഓപ്റ്റ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുള്ളൂ. പിന്നെന്താ? ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം, എന്നിട്ട് നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ.
സോ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയായിരുന്നു KFC, അതുപോലെ തന്നെ എന്താ പറയുക മറ്റേ ബർഗർ എന്തായിരുന്നു, ബർഗർ കിങ്, അങ്ങനത്തെതൊക്കെ നമ്മൾ ഓൾറെഡി കഴിക്കുന്നതല്ല യൂഷ്വലി. സോ എംപയർ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് സിൻസ് 1966 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ അവിടെ പോയിട്ട് അവിടുത്തെ മെനു ഒന്ന് നോക്കിയിട്ട് ലെറ്റ്സ് സീ വെദർ വി കാൻ ഹാവ് ഇറ്റ് ഓർ നോട്ട്. സോ ഞങ്ങൾ എംപയർ ഹോട്ടലിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, നല്ല സർവീസും ഹൈജീനും ഒക്കെ നല്ലത് തന്നെയായിരുന്നു. അതിനുശേഷം ഫോണിൻ്റെ ചാർജ് പോയാണ്ട് പിന്നത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ ടേക്ക് കെയർ ആൻഡ് ബൈ.